ആഷിഖ് മുഖ്യമന്ത്രിയായ സമയത്ത് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നു, മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതിനുശേഷം വി സതീശൻ കുറേയധികം പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. കുറെ പ്രഖ്യാപനങ്ങളായിട്ടല്ല, പല നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കായി പൊതുജനത്തിന്റെ വഴി തടയരുത് എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലിഫ് ഹൗസിന് മുന്നിൽ ഇത്തരത്തിൽ ഗതാഗത നിയന്ത്രണം നടത്തിയെന്നുള്ള വാർത്തകൾ ചെറിയ രീതിയിൽ പുറത്തു വന്നിരുന്നു. പക്ഷെ അതിനും കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷ സൈബർ ഇടങ്ങൾ പറഞ്ഞിരുന്നത് ഇത് എത്ര നാൾ പോകും എന്ന് നോക്കാം എന്നുള്ള കാര്യമായിരുന്നു. പക്ഷെ അത് നീട്ടിക്കൊണ്ടുപോകാനും ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണോ സാധ്യത? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ മേഘ പറഞ്ഞ ആ ഒരു തീരുമാനങ്ങൾ അതിന് പകരം നിലപാട് എന്നാണ് പറയാൻ ഒരു താല്പര്യം. കാരണം വ്യക്തമായ നിലപാടുകളോട് കൂടെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആ ഒരു കസേരയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നത്. അതായത് മുൻ സർക്കാരിനെ പോലുള്ള അല്ലെങ്കിൽ മുൻ സർക്കാരിലെ മുഖ്യമന്ത്രിയെ പോലുള്ള ഈ ഒരു ആഡംബരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്നാഹങ്ങളോട് കൂടിയുള്ള ഒരു കോൺവേ അല്ലെങ്കിൽ യാത്രാ അകമ്പടി തനിക്ക് വേണ്ട. അതുമാത്രമല്ല പുതിയ വാഹനം തനിക്ക് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തോടെയാണ് അദ്ദേഹം ആ ഒരു തൻ്റെ ജോലി തുടങ്ങുന്നത് തന്നെ. എനിക്ക് തോന്നുന്നു അദ്ദേഹം യാത്ര ചെയ്യുന്നത് മുൻ മന്ത്രി വി എൻ വാസവൻ യാത്ര ചെയ്ത ആ ഒരു ഇന്നോവയിലാണ് ആ ഒരു യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസോ അല്ലെങ്കിൽ ഈ ഒരു മുഖ്യമന്ത്രി അറിയാതെയാണ് ഇപ്പോൾ ആ ഉയരുന്ന ആരോപണം വരുന്നത് തന്നെ. അതായത് മുഖ്യമന്ത്രിക്കായി ഏറ്റവും കൂടുതൽ ബന്ദോബസ്തും കൂടാതെ വഴിതടയലും എല്ലാം പോലീസുകാർ നടത്തുന്നു എന്നത്. ഇപ്പോൾ അത് ഇടത് സൈബർ ഹാൻഡിലോ അല്ലെങ്കിൽ ഇടത് പക്ഷ സഹയാത്രികരും ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു കാരണമാണ്. കാരണം ഈ ഒരു സർക്കാരിനെ അടിക്കാൻ കിട്ടിയ ഒരു വടി അത് മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു വടിയാണ് ഈ ഒരു മുഖ്യമന്ത്രിയുടെ ആ ഒരു യാത്രക്കിടെ ഉള്ള ആ ഒരു ബന്ദോബസ്തും പോലീസിൻ്റെ ക്രമീകരണം കാര്യങ്ങളുമെല്ലാം. പക്ഷേ ഇതിന് ഒരു വ്യക്തമായ നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണർ അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ വെയിലത്തോ അല്ലെങ്കിൽ മഴയത്തോ ജനങ്ങളെ നിർത്തി അവരെ വഴിയാധാരമാക്കരുത് അല്ലെങ്കിൽ വഴി തടസ്സപ്പെടുത്തരുത്, കൃത്യമായുള്ള ഒരു നിർദ്ദേശം ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവും ഈ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും വാക്ക് ലംഘിച്ച് ഇതുപോലെ ജനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും ചിലർ നടത്തിയ ഗൂഢ നീക്കത്തിൻ്റെ ഒരു അടയാളം അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലൊരു വഴിതടയലോ അല്ലെങ്കിൽ ബന്ദോബസ്തോ. ഇപ്പോൾ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ക്ലിഫ് ഹൗസിന്റെ ആ ഏരിയയിലേക്കുള്ള നിയന്ത്രണം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലിഫ് ഹൗസിൽ നിന്നാണ് മുഖ്യമന്ത്രി യാത്ര തുടങ്ങുക. എങ്ങോട്ട് പോകണമെങ്കിലും ഒരു സാധാരണ മനുഷ്യർക്ക് റോഡുകളിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഗതാഗത നിയന്ത്രണം ദേവസ്വം ബോർഡ് ജംഗ്ഷൻ, ഈ ക്ലിഫ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയകളിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ആ പട്ടം കുറവങ്കോണം മേഖലകളിൽ. അപ്പോൾ അവിടെയുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്, 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെ ഈ പറയുന്ന ക്ലിഫ് ഹൗസിലേക്കുള്ള റോഡിലൂടെ നടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലൂടെ നടന്നു പോയാൽ അല്ലെങ്കിൽ ആ ഫുട്പാത്തുകളിൽ ഇരുന്ന് സംസാരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇരിക്കാനും സംസാരിക്കാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനുമുള്ള ഒരു സാഹചര്യം കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 വർഷങ്ങൾ അവിടെ എല്ലാം അടച്ചു മൂടപ്പെട്ട ഒരു എന്താ പറയുക, ഒരു തൻ്റെ തന്നെയായ ഒരു KGF ലോകത്തേക്ക് പോകുന്ന ഒരു പ്രതീതിയാണ് മുഖ്യമന്ത്രി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നു എന്ന് വി സതീശൻ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ, അത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ ആ ഏരിയ ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അത് കൃത്യമായിട്ട് ലഭിക്കണമെന്നില്ല. കേരളത്തിൽ എല്ലാവർക്കും ചിന്തിക്കുന്നത് എന്താണ്, ഇപ്പോൾ കൊച്ചി വഴി പറവൂരിലേക്ക് പോകുന്ന മുഖ്യമന്ത്രിക്ക് പോകാൻ വേണ്ടി ഇവിടെ ഒരു ഗതാഗത നിയന്ത്രണം സംഭവിക്കുകയാണെങ്കിൽ അത് താൽക്കാലികമായിട്ട് നമ്മൾ വല്ലപ്പോഴും 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ മേഖലകളിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രഖ്യാപനമായിരുന്നു, ഇതൊരു വലിയ നിലപാടായിരുന്നു. അപ്പോൾ അത് തുടർന്നു കൊണ്ടുപോകുമോ എന്ന് ഉറ്റുനോക്കുന്നത് സ്വാഭാവികമായിട്ടും അവർ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പൊതുജനം ഇതിനെ നോക്കിയിരിക്കുകയാണ്. എന്തായിരിക്കും നാളെ സംഭവിക്കാൻ പോകുന്നത്, ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളൊരു സ്വാഭാവികമായ ഒരു ആകാംക്ഷയുടെ പുറത്താണ് പെട്ടെന്നൊരു ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമ്പോൾ
ഇതും പഴയ പോലെ തന്നെ ആണോ എന്ന് തോന്നുന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസ് ഈ പറഞ്ഞ പ്രഖ്യാപനം നടത്തുന്നു, അല്ലെങ്കിൽ പോലീസ് ഈ പറഞ്ഞ നിലപാടെടുക്കുന്നു, പറയുന്നു ഇത്തരത്തിൽ വി.ഡി. സതീശൻ പോകുന്ന യാത്രകൾക്ക് വേണ്ടി ഒരിടത്തും ഇത്തരത്തിൽ ഗതാഗത നിയന്ത്രണം സംഭവിച്ചതായ ഒരു പരാതി ഞങ്ങൾ കേൾക്കരുത് എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിലൊരു പരാതി നമുക്ക് കേൾക്കേണ്ട സാഹചര്യം വരരുത്. നമ്മൾ കൃത്യമായിട്ടുള്ള ഗാർഡ് കൊടുക്കുക, കൃത്യമായിട്ട് റോഡ് ക്രമീകരിച്ചു കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് ആരെയും തടയണ്ട എന്നുള്ള നിർദ്ദേശം നൽകുന്നു. ഇവിടെയാണ് വി.ഡി. സതീശൻ വ്യത്യസ്തനാകുന്നത്. കഴിഞ്ഞ 10 വർഷം വീർപ്പ് മുട്ടി മുഖ്യമന്ത്രിയുടെ രീതികൾക്ക് വേണ്ടി ജീവിത റുട്ടീനുകൾ മാറ്റേണ്ടി വന്ന മനുഷ്യരുണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തമാവുകയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അപ്പോ നമ്മൾ എല്ലാ കാലത്തും പറയുന്നത് പോലെ ജനപ്രിയനായി മാറുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും ജനത്തിന് പണ്ടത്തെ മുഖ്യമന്ത്രിയേക്കാൾ എത്രയോ ഭേദമാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയാൻ തോന്നുന്നത് ഇപ്പൊ ഈ ചെറിയ കാര്യങ്ങളിൽ മാത്രമല്ല. ഇപ്പൊ വഴി തടഞ്ഞത് കൊണ്ട് മുഖ്യമന്ത്രി നല്ല മന്ത്രിയാകുന്നു എന്ന് പറയുന്ന ആൾക്കാരല്ല മലയാളികൾ എന്ന് പറയുന്നത്. വലിയ വലിയ നിലപാടുകളും വലിയ വലിയ പ്രഖ്യാപനങ്ങളും വലിയ പദ്ധതികളും കൊണ്ടുവരുന്ന നല്ലൊരു മുഖ്യമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഈ ചെറിയ ചെറിയ അസൗകര്യങ്ങൾക്ക് പോലും വില കൽപ്പിക്കുന്ന ഒരാളാണ് എന്നുള്ളത് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഒരു ചിരി വരെ ഒരു ജനങ്ങളെ കൂടുതൽ മുഖ്യമന്ത്രിയിലേക്ക് അടുപ്പിക്കുമെന്നതിൻ്റെ ഒരു ഉദാഹരണം ഈ വി.ഡി. സതീശൻ നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പൂക്കിച്ചിരി. പക്ഷേ ഇതിനു മുമ്പുള്ള ഒരു അതായത് ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ കേരളത്തിലെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു അനലൈസ് നടന്നിരുന്നു. 10 വർഷം ചിരിക്കാതെ കേരളത്തിനുണ്ടായിരുന്നത് ഒരു ചിരിക്കാത്ത മുഖ്യമന്ത്രി. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരുന്നത് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ അറിയുന്ന ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു കമ്പാരിസൺ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. അത് മാത്രമല്ല, പ്രോട്ടോകോളും എല്ലാം ഇരിക്കട്ടെ, VIP കാറ്റഗറിയിലാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് സുരക്ഷയും കാര്യങ്ങളും എല്ലാം കേരള പോലീസിനും അതുപോലെ പൊതുജനങ്ങളുടെയും ബാധ്യതയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷ എന്നത്. കാരണം ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്താനും ചെറിയ പരാതികളും കാര്യങ്ങളും എല്ലാം ഈ ഒരു പരിഹരിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം അവിടെ ആ ഒരു തലസ്ഥാനത്തിരിക്കുന്നത് തന്നെ. ഇതുപോലെ മറ്റൊരു മുഖ്യമന്ത്രി നമുക്ക് കേരളത്തിലുണ്ടായിരുന്നു, കോൺഗ്രസിന് തന്നെ, ഉമ്മൻചാണ്ടി. അതായത് ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കിടന്നുറങ്ങി, അല്ലെങ്കിൽ അത് യാത്ര ചെയ്ത് യാതൊരുവിധ അകമ്പടിയോ കാര്യങ്ങളോ ഇല്ലാതെ ജനകീയൻ അല്ലെങ്കിൽ ജനപ്രിയൻ എന്ന ആ ഒരു വാക്കിന് ശരിക്കും, അല്ലെങ്കിൽ ജനപ്രിയൻ എന്ന ഒരു വാക്കിന് ഒരു മുഖമുണ്ടെങ്കിൽ അത് നമ്മുടെ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ പുതുപ്പള്ളിയിലെ കുഞ്ഞുനായിരുന്നു എന്നൊരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു പര്യായമായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമി എന്ന നിലയിൽ വി.ഡി. സതീശൻ വരുമ്പോൾ ഇതല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? അതെ, ഇപ്പോ നമ്മളീ പറയുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ചിരി മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പണ്ട് നമുക്ക് ചിരിക്കാത്തൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇതൊക്കെ കുറെ കാര്യങ്ങൾ റിലേറ്റീവ് ആണ്. ഇപ്പോൾ പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല, അതുകൊണ്ടാണ് ഇത് ബെറ്റർ ആകുന്നത് എന്നുള്ളൊരു തോന്നൽ പൊതുജനങ്ങൾക്കിടയിലുണ്ട്. അത് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പോരായ്മയല്ല, മുൻ മുഖ്യമന്ത്രിയുടെ പോരായ്മ ആയിരുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുന്ന വഴിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തരുത് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് അത്ര വലുതാകുന്നത്? കാരണം ഇത്രയും കാലം മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ പോകണമെങ്കിൽ ആ പോകുന്ന റൂട്ടിലെ എല്ലാ റോഡുകളും അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. മുഖ്യമന്ത്രി ചിരിക്കുന്നു എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി ചിരിക്കാത്തത് കൊണ്ടാണ്. അതുപോലുള്ള പല നിലപാടുകളും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര, നമുക്കിങ്ങനെ ഒരു സാഹചര്യത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നു, അധികാരത്തിൽ വരുന്നു, അത് നടപ്പാക്കുന്നു. അപ്പോൾ നമ്മൾ KSRTCയിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ഒരു സാധാരണ ഒരു നോർമൽ കോൺഷ്യസ് മൈൻഡ് വെച്ച് ചിന്തിച്ചാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. തമിഴ്നാട്ടിലൊക്കെ പോയി നമ്മൾ സൗജന്യമായി യാത്ര ചെയ്യുമ്പോൾ ഇത് കേരളത്തിലൊക്കെ വരുമോ, എന്ന് വരാനാണെന്ന് ചിന്തിക്കുന്നവരിടത്ത് നിന്ന് അത് നടപ്പാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറെ കാര്യങ്ങൾ റിലേറ്റീവ് ആണ്, കുറെ കാര്യങ്ങളിൽ മുന്നോട്ട് വരാൻ പറ്റുന്നുണ്ട്, പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, ജനക്ഷേമ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ വിജയം എന്ന് പറയുന്നത്.